ഹായ് പെറ്റ് ലവേഴ്സ്. ഈ ഇരിക്കുന്ന കൊച്ചു സുന്ദരിയെ കണ്ടോ? ഇവള് ഷിറ്റ്സു വർഗത്തിൽപ്പെട്ട ഒരു ഡോഗാണ് കേട്ടോ. ആൾക്കൊരു 1.5 വയസ്സോളം പ്രായമുണ്ട്. ഇവരുടെ വീട്ടുകാരെ നമുക്ക് നേരത്തെ അറിയാം കേട്ടോ. ഇവളുടെ വീട്ടിൽ വേറെ ഒരു സ്പിറ്റ്സും ഉണ്ട്. അപ്പം നമ്മൾ ഗ്രൂം ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഒരു ഡോഗ് ബ്രീഡിന് വേണം, ഹെയർ ബ്രീഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളാണ് ഷിറ്റ്സുവിനെ അവർക്ക് സജസ്റ്റ് ചെയ്തത്. അവള് ഇവിടുത്തെ നല്ലൊരു കുസൃതിക്കാരി കുട്ടിയാണ് കേട്ടോ. ഫുൾ ടൈം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇടയ്ക്ക് സമയങ്ങൾ മാത്രമാണ് അവിടെ ഇറാത്ത് അവനെ ചങ്ങലക്കിട്ട് അവിടെ കിടത്താറ്. എന്തായാലും നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാറ്റഡ് ആയിരുന്നു അവൻ. ഇതിന് മുന്നേ നമ്മൾ ഗ്രൂമിങ്ങിന് വന്നിട്ടുണ്ടോ അവൻ്റെ അടുത്ത്? ആ സമയത്തൊക്കെ ആള് നല്ല രീതിയിൽ പാനിക്കായിരുന്നു. നല്ല രീതിയിൽ ജേടയുണ്ടാവുന്നു ആ സമയത്തൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം മൈനസ് അടിച്ചതാണ്. എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ മൈനസ് അടിച്ചില്ല അവനെ. എന്നാലും ഉള്ളിൽ നല്ല രീതിയിൽ മാറ്റഡ് ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് എടുത്ത് ഡ്രിം ചെയ്ത് കളഞ്ഞു കുറയും. അതിനുശേഷം നല്ലൊരു ബാത്ത് അവന് കൊടുത്തു കേട്ടോ. ബാത്ത് എന്ന് പറയുമ്പോൾ ഈ ജടയുണ്ടായിരുന്നുകൊണ്ട് തന്നെ ശരീരത്തിൽ ചെറിയ ചെറിയ റെഡ് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മെഡിക്കേറ്റഡ് ബാത്താണ് അവന് കൊടുത്തത് കേട്ടോ. ബാത്തെല്ലാം അവൻ നല്ല രീതിയിൽ ആസ്വദിക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എത്ര വെള്ളം ഒഴിച്ചാലും ആൾ നിന്ന് വരും. എന്തായാലും നമ്മൾ നല്ല രീതിയിൽ മേത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം നിർത്തി അവൻ കേട്ടോ, ശരീരത്തെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. മസാജൊക്കെ നല്ല രീതിയിൽ ആൾ ആസ്വദിക്കും കേട്ടോ. അത് മസാജ് ചെയ്യുന്ന ആൾക്ക് നല്ല ഇഷ്ടമാണ്. എന്തായാലും നമ്മൾ അതിന് ശേഷം അവർക്ക് റിമൂവ് ചെയ്ത് ഷാമ്പൂ ഒക്കെ ശരീരത്തിൽ നല്ലതായിട്ട് കളഞ്ഞു കേട്ടോ. അടുത്തത് ഡ്രൈയിങ് പരിപാടിയാണ്. ഡ്രൈയിങ് ആദ്യ ടൈമിലൊക്കെ നല്ല രീതിയിൽ പേടിയായിരുന്നു അവർക്ക്. ഇപ്പോൾ അത് നമ്മൾ അടിച്ചടിച്ചടിച്ച് ആൾക്ക് നല്ല രീതിയിൽ അത് പരിചയമായി. അതുകൊണ്ട് തന്നെ ആൾ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല രീതിയിൽ നമ്മൾ ഡ്രൈ ഒക്കെ ചെയ്ത് അതിന് ശേഷം ഒരു ക്ലോത്ത് എല്ലാം വെച്ച് തുടച്ച് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രൈയും അതിൻ്റെ കൂടെ തന്നെ ക്ലോത്തും കൂടി ഉപയോഗിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഡ്രൈ ഒക്കെ ചെയ്ത് ആളെ ഒരു സുന്ദരി കുട്ടിയാക്കി വീണ്ടും. ഹെയറി ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിചരണം വേണ്ട ഒരാളാണ് കേട്ടോ ഷിറ്റ്സു. എന്തായാലും ഷിറ്റ്സു വളർത്തുന്നവർ അവൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോമ്പൊക്കെ ചെയ്ത് മാറ്റഡ് ആവേണ്ട മാക്സിമം നോക്കുക. മാറ്റഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുനടക്കാനൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഷിറ്റ്സുവിനെ കോമ്പൊക്കെ ചെയ്ത് നീറ്റായിട്ട് കൊണ്ടുനടക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പിന്നെ കാണാം. നമ്മുടെ പേജ് എല്ലാവരും ഫോളോ